12-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജനിച്ച വിശുദ്ധ പീറ്റർ തന്റെ കഴിവുകളിൽ അഹങ്കരിച്ചിരുന്ന ആദ്യ കാലങ്ങളിൽ ഒരു ആഘോഷവേളയിൽ കുതിരപ്പുറത്തു നിന്ന് വീഴുകയും അതിലൂടെ അനുഭവിച്ച ലജ്ജയും അഭിമാനക്ഷതവും അവനെ മറ്റൊരു മനുഷ്യനായി മാറ്റുകയുമായിരുന്നു. ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് എളിമയിലും പ്രായശ്ചിത്തത്തിലും ഉറച്ചുനിന്ന് അദ്ദേഹം ദൈവവചന പ്രസംഗങ്ങൾ ആരംഭിച്ചു. രാത്രി ദീർഘസമയം ധ്യാനത്തിലും സ്തുതിഗീതങ്ങളിലും ചെലവഴിച്ച ശേഷം പകൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ അദ്ദേഹത്തിലൂടെ മഹാപാപികൾ കണ്ണീരൊഴുക്കി ദൈവകരുണ സ്വന്തമാക്കി. ഫെർഡിനാൻഡ് ദ്വിതീയൻ രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും കൊട്ടാരത്തിലും അദ്ദേഹം ആശ്രമത്തിലെന്ന പോലെ ജീവിക്കുകയും ചെയ്തു. ദരിദ്രരോട് പ്രസംഗിക്കാൻ അദ്ദേഹം കാടും മലയും കയറി കാൽനടയായി പോകുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. പോർച്ചുഗീസ് സ്പാനിഷ് നാവികരോട് പ്രസംഗിക്കുന്നതിൽ അതീവ തൽപരനായിരുന്ന അദ്ദേഹം കടൽ യാത്രക്കാരുടെ മധ്യസ്ഥനായാണ് വണങ്ങപ്പെടുന്നത്. ഒടുവിൽ അഹോരാത്രമുള്ള സുവിശേഷ യാത്രകൾക്കു ശേഷം 56-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയായി.